Hi friends, welcome to Just Creative Well. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതേസമയം ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഞാനിവിടെ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്. ഇതുപോലെ ഫോളോ ചെയ്താൽ ഏത് അരി ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ വൈറ്റ് റൈസ് ആണ്. അതായത് റേഷൻ കിറ്റിലൊക്കെ ഉണ്ടാവുന്ന നോർമൽ പച്ചരി. അത് വെച്ച് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന റെഡ് ചട്നിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടിയാണ്. ദോശയുടെയും വടയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. ആദ്യമേ തന്നെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അളവിനുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഈ 2 കപ്പ് അരി നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. 5-6 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വെക്കണം. ഞാനിവിടെ അരിയെല്ലാം നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുകയാണ്. ഇത് രാവിലെ അരയ്ക്കാനാണെങ്കിൽ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രിഡ്ജിനകത്തോട്ടാണ് എടുത്ത് വയ്ക്കുന്നത്. അതാണ് ഒരു ടിപ്പ്. ഇനി അടുത്തതായിട്ട് 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഉഴുന്നിന് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉലുവ. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് ഉഴുന്നെടുക്കുക, 1 ടേബിൾ സ്പൂൺ ഉലുവ, അങ്ങനെ എടുത്താലും മതി. ഉലുവയും ഉഴുന്നും നല്ലപോലെ കഴുകിയിട്ടുണ്ട്. അതും ഇനി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയാണ്. അതിന് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ആ വെള്ളം കളയുന്നില്ല, അരയ്ക്കാൻ ഈ വെള്ളം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഉഴുന്ന് കുതിരാനിട്ടതും കൂടെ ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചിരുന്നു. ഇത് രണ്ടും ഫ്രിഡ്ജിനകത്ത് നിന്ന് രാവിലെ എടുത്തു. അതിനുശേഷമാണിത് അരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഉഴുന്നിലത്തെ വെള്ളം കളയത്തില്ല, അരയ്ക്കുമ്പോൾ ഈ വെള്ളം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അരി കുതിർത്ത വെള്ളം നമ്മൾക്ക് ആവശ്യമില്ല, അത് യൂസ് ചെയ്യാറില്ല. ആദ്യമേ തന്നെ ഉഴുന്നിട്ട് കൊടുക്കുക. രണ്ടും സെപ്പറേറ്റ് അരയ്ക്കുന്നതാണ് നല്ലത്. ഉഴുന്നിട്ട് കൊടുത്തതിന് ശേഷം ആ കുതിർത്ത വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഉഴുന്നും ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് വേണമെങ്കിൽ ഗ്രൈൻഡറിനകത്തും അരയ്ക്കാം. ഞാനിതിവിടെ മിക്സിയിലാണ് അരയ്ക്കുന്നത്. ഗ്രൈൻഡറിൽ അരച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ ഉഴുന്നെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് അരി അരയ്ക്കാനുണ്ട്. അരി അരയ്ക്കാനും ഈ സെയിം വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഉഴുന്ന് കുതിരാൻ വെച്ച വെള്ളം തന്നെയാണ് അരി അരയ്ക്കാനും യൂസ് ചെയ്യുന്നത്. അതാണ് അടുത്ത ടിപ്പ്. ഇപ്പോൾ ഞാനിവിടെ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരിയും അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം അരി അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഏതുതരം ചോറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ അതിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് അങ്ങ് പൊങ്ങിക്കിട്ടും. ഇതിപ്പം ഞാനിവിടെ 1 ദിവസത്തേക്കുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. 2-3 ദിവസത്തേക്കുള്ള മാവ് അരച്ച് വയ്ക്കുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഇത് പുളിച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് 7-8 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ടുള്ള ഉള്ളി ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ കാശ്മീരി മുളക് ഇട്ടൊന്ന് വറുത്ത് കോരണം. നമ്മുടെ ചട്നിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല, കാരണം ഇതിന് എരിവ് കുറവായിരിക്കും. അതുകൊണ്ട് എരിവ് കുറച്ചധികം വേണ്ടവർ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് വറുത്ത് കോരിയ അതേ എണ്ണയിലോട്ട് തന്നെ 1 കപ്പ് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു വലിയ സവാള ഇട്ട് കൊടുത്താലും മതി. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 തക്കാളി അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇല്ല എങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുത്താലും മതി. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയൊക്കെ വെന്തൊന്ന് ഉടയണം. ഈ സമയത്ത് ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വയ്ക്കുക.
ചൂടാറിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് ഇതിനകത്തോട്ട് താളിക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകളും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഉണക്കമുളക് 3-4 എണ്ണം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരിക്കും ഉണ്ടാവുക. ഇത് നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടെടുത്ത് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി ഈ തട്ട് ചൂടായതിന് ശേഷം വേണം ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചു അത് തിളയ്ക്കുന്നുണ്ട്. ഈ തട്ടും ചൂടായിട്ടുണ്ട്. ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിനകത്ത് മാവ് എടുത്ത് ഒഴിക്കുന്നതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ടാവുക. ഞാനിവിടെ അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതോടെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇഡ്ഡലി റൈസ് ഒന്നുമില്ലാതെ തന്നെ പച്ചരി വെച്ചിട്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.